അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കോടാലിക്കാക്ക എന്ന ഐതിഹാസികമായ ചരിത്ര കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ദിനം അദ്ദേഹം തൻ്റെ വിറകുമായി പട്ടണത്തിലെ കണഞ്ഞേ. പട്ടണ അതിർത്തിയിൽ ചെന്ന സമയത്ത് അത്ഭുതം മനം നിറഞ്ഞേ. ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല നിങ്ങളെല്ലാവരും കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ പിതാവായ അദ്ഹം എന്നവരുടെ ചരിത്ര കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദ്ഹം എന്ന് പറയുന്ന ആ വിറക് വെട്ടുകാരനായ മനുഷ്യൻ കാട്ടിൽ അധിവസിച്ചു കൊണ്ടിരിക്കുകയാണ് ബൽഹയിൽ. പക്ഷേ അദ്ദേഹം തൻ്റെ അധ്വാനത്തിൻ്റെ വകയിൽ കിട്ടുന്ന കാശുകൊണ്ട് പകുതി അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം ദാനം ചെയ്യാൻ പതിവായിരുന്നു. പകുതി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു. ഇങ്ങനെ കാലചക്രം കറങ്ങി നാളുകൾ തള്ളി നീക്കി അദ്ദേഹം തൻ്റെ വിറക് കെട്ടുമായി ഒരു ദിവസം ആ ബൽഹയുടെ പട്ടണത്തിലേക്ക് വരുന്ന സമയം വിറക് വിൽക്കാൻ വേണ്ടി കാട്ടിൽ നിന്നും വിറക് ശേഖരിച്ച് കാട്ടിലേക്ക് വിൽക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇന്നേ വരെ അദ്ദേഹം കാണാത്ത കാഴ്ചകൾ. എന്താണത്? പതിവിന് വിപരീതമായ വിധം അത് സമയത്താൽ തിളങ്ങുന്നല്ലോ. കഥയൊന്നും അറിയാതെ കാര്യം അതെന്തെന്ന് സഹപാഠിയിലൊരത്തുവല്ലോ. അങ്ങനെ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ തൻ്റെ വിറക് ചുമടുമായി തലയിലേറ്റിക്കൊണ്ട് വരുന്ന സമയത്താണ് റോട്ടിലെത്തേണ്ട താമസം. ബൽഹായുടെ ആ ഓരത്തിലൂടെ പോകുന്ന റോട്ടിൽ എത്തിയ സമയത്താണ് ആ റോഡുകളൊക്കെ ആകെ പതിവിന് വിപരീതമായി അലങ്കരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആളുകൾ ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടാവാറില്ലല്ലോ. എന്താണ് സംഭവമെന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ വിറക് കെട്ട് താഴെ ഇറക്കിക്കൊണ്ട് അവിടെ അദ്ദേഹം ആ വിറക് കെട്ടിന്മേൽ ഇരിക്കുന്നു. ഈ സമയം തൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും സുഹൃത്തിനോട് എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത് എന്ന് തിരക്കിയപ്പോൾ നമ്മുടെ മഹാരാജൻ സുമുഖിയാം മകളുടെ പിറന്നാളിൻ ആഘോഷമാം ഇന്നിവിടെ അലങ്കാരം നടത്തുവാൻ അറിഞ്ഞുകൂടെ. തൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയോട് സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് ഇന്നിവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിലെ രാജാവായ ബാദ്ഷാ രാജാവിൻ്റെ ഏക മകളുടെ വിവാഹമാണ്. അതുകൊണ്ടാണ് ഈ കൊട്ടാരവും പട്ടണവുമൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന, വഴിയിലൊക്കെ തോരണം കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് ആ സഹപാഠി സുഹൃത്ത് മഹാനായ അദ്ഹം തങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വിറക് ചുമലിലേറ്റിക്കൊണ്ട് പോകാൻ തുനിഞ്ഞ സമയം ഇത് കേട്ട് അദ്ഹം വിറകുമായി നടക്കുന്നേ. പട്ടണം കിടക്കുവാൻ മുതിർന്നിടുന്നേ. അപ്പോൾ ഭടന്മാർ ക്ഷണം തന്നെ പിടിച്ചിടുന്നേ. തൻ്റെ സഹപാഠി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും, കാര്യങ്ങളുടെ ഗൗരവമൊക്കെ ഉണർത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ തൻ്റെ ആ വിറക് ചുമടുമായി നടക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ പട്ടാളക്കാർ തടഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, രാജപുത്രിയും തൻ തോഴിമാരുമോത്ത് നീരാട്ടിനായി പോയല്ലോ. ഇതിൽ കൂടി അവര് മടങ്ങാതെ കടക്കാൻ കഴിയില്ല. അതിമുമ്പാരെയും ഞങ്ങൾ വിടുകില്ല.
ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ തൻ്റെ വിറകെട്ടുമായി അതായത് വീണ്ടും തലയിൽ ചുമന്ന് നടക്കുമ്പോഴാണ് പട്ടാളക്കാർ തടഞ്ഞ്, ഒരിക്കലും നിങ്ങൾ ഒരല്പസമയം ഇവിടെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തേ മതിയാകൂ. കാരണം രാജപുത്രിയുടെ മകളെ നീരാട്ടിന് വേണ്ടി കുളിപ്പിക്കാൻ വേണ്ടി തോഴിമാർ കുളക്കടവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഇതുവഴി വന്നിട്ടേ ഞങ്ങൾ ആളുകളെ കടത്തിവിടൂ എന്ന് പാറാവുകാർ പട്ടാളക്കാർ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ തൻ്റെ ആ തലയിൽ വെച്ച ആ വിറക് കെട്ട് വീണ്ടും താഴെ ഇറക്കി വെച്ചുകൊണ്ട് അവിടെ അക്ഷമയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. തരുണം അദ്ഹം തൻ വിറക് ഇറക്കുന്നേ, അതിന്മേലിരുന്ന് സഹപാഠിയിലോതുന്നേ, കാണുവാൻ പറ്റുമോ അവളെ നമുക്കൊന്ന്, ഇത് കേട്ട് സഹപാഠി കളിയാക്കി കൂറുന്നേ. ആ സമയം മഹാനായ ഇബ്രാഹിം തങ്ങൾ പട്ടാളക്കാർ അല്പം കഴിഞ്ഞേ പോകാവൂ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വിറക് കെട്ട് താഴെ ഇറക്കി വെച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം തങ്ങൾ അവിടെ വിശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു എന്തോ ഒന്ന് നാമ്പെടുക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞവല്ലോ, സഹപാഠിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവിൻ്റെ പുത്രിയെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് മഹാനായ അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തിനോട് സഹപാഠിയോട് തിരക്കിയപ്പോൾ, എന്താണ് ഭ്രാന്താ നീ പറയുന്നത്? അവളെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അവളെ മഞ്ചലിൽ പുതപ്പിട്ട് മൂടി തോഴിമാർ 200-400 തോഴിമാരോടുകൂടെ കുളിപ്പിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് പോയി. മാത്രമല്ല അതും രാജകുമാരി. അങ്ങനത്തെ സുന്ദരിയായ രാജകുമാരി എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ആ സമയത്ത് അവിടുന്ന് മഹാനായ ഇബ്രാഹിം നബി തങ്ങളെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പോട്ട രാജാവിൻ്റെ മകളെ ഞമ്മക്ക് എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെ ഏതായാലും തൻ്റെ സഹപാഠിയിൽ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് അങ്ങകലെ നീരാട്ട് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു. രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു. തകൃതിയിൽ കാളിമോട്ടും കുഴൽ വീളി അത് പാട്ടും മുഴക്കിക്കൊണ്ടതാ അവർ നടന്നിടുന്നേ, അവർ നീയമായൊരു മഞ്ചലിൽ പുതപ്പിട്ട് മുഞ്ചത്തി സഫിയത്ത് ഇരുന്നിടുന്നേ, ആരാലും നയന്തിടാൻ കഴിയാത്ത വിധം അത് ഒരു വിരി അത് കൊണ്ട് മറച്ചിട്ടുണ്ട്. നടന്നവർ അദ്ഹം ഇരിക്കുന്ന സ്ഥലത്തെത്തി, അത്ഭുതമാം മറ നീങ്ങി അവനെ കണ്ട്. അങ്ങനെ സഹപാഠികൾ തമ്മിൽ അദ്ഹം റളിയല്ലാഹു തആല തൻ്റെ സുഹൃത്തും വർത്തമാനം പറഞ്ഞു കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ആ തകൃതിയിൽ ദഫ്, മുട്ട്, അതുപോലെ തന്നെ കുഴൽവിളി, പാട്ട് എല്ലാ ആരവങ്ങളോടുകൂടെയും അതാ ഒളി കഴിഞ്ഞുകൊണ്ടവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതിൻ്റെ നടുവിലതാ ഒരു മഞ്ചലിൽ പുതപ്പിട്ടുകൊണ്ട് മൂടിക്കൊണ്ട് അതാ ഒരു കരിമ്പടം പുതച്ചുകൊണ്ട് നാരി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും കാണാൻ വഴിയില്ലാത്ത രൂപത്തിലാണ്. പക്ഷേ പെട്ടെന്നതാ അദ്ഹമിൻ്റെ ആ മോഹം പൂവണിയുക തന്നെയാണ്. അഥവാ അദ്ഹം റളിയല്ലാഹു തആല തൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പെട്ടെന്ന് അതിശക്തമായൊരു കാറ്റ് വരികയും ആ കാറ്റിൽ ആ മഞ്ചലിൽ പുതപ്പിട്ട് മൂടിയ പുതപ്പ് പാറിപ്പറന്നു പോവുകയും ആ രാജാവിൻ്റെ മകളായ ഏകപുത്രിയായ സഫിയത്തിനെ അദ്ഹം അതാ തൻ്റെ വിറകുകെട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിലർക്കുകയാണ്, നോക്കുകയാണ്, അന്തം വിട്ട് നോക്കുകയാണ്. ഇത് എന്ത് പെണ്ണാണ്? മലക്കാണോ ജിന്നാണോ എന്നുള്ള നിലക്ക് അദ്ഹം അതാ അങ്ങോട്ടും സഫിയത്ത് ഇങ്ങോട്ടും അദ്ഹമിനെ കണ്ടു എന്ന് മാത്രമല്ല സുന്ദരനായ വിറകുവെട്ടുകാരനെ കണ്ടപ്പോൾ അതാ സഫിയത്തും ഇങ്ങോട്ടും നോക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിയെന്ന് മാത്രമല്ല അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോവുകയാണ് അദ്ഹം. എന്തൊരു സുന്ദരിയാണിത്, സ്വർഗീയ കന്യകയാണോ ഇത് സ്വർഗത്തിലെ ഹൂറിമാരിൽപ്പെട്ടതാണോ എന്ന് പലതും അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ഹമും സഫിയത്തും ആദ്യമായി അതാ അവിടെ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്തു സംഭവിക്കുമെന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.